ഹലോ എവ്രി വൺ. സോ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ സ്കിൽസ് നമ്മൾ മുന്നേ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം സൈക്കോളജിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ സ്കെയിൽസ് ഇൻ സൈക്കോളജി ആർ യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് പർപ്പസസിന് ഇപ്പോൾ ആട്രിബ്യൂട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേരിയബിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സൈക്കോളജിക്കൽ സ്കെയിൽസ് യൂസ് ചെയ്യാറുള്ളത്. സോ മെഷർമെൻറ്റിനെ നന്നല്ലി എന്ന് പറഞ്ഞിട്ടുള്ള 1970 ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് മെഷർമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് റൂൾസ് ഫോർ അസൈനിങ് നമ്പേഴ്സ് ടു ഒബ്ജക്റ്റ് ഇൻ സച്ച് എ വേ ആസ് ടു റെപ്രസെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ക്വാണ്ടിറ്റീസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റീവൻസ് എന്ന് പറയുന്ന ആൾ 1951 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ന്യൂമറൽസ് അസൈൻ ചെയ്യുന്ന സമയത്ത് 4 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്കെയിൽസ് ഉണ്ട്. സോ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെൻറ്റിൽ പറയുന്ന സമയത്ത് മെയിൻലി 4 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട് ഓർ സ്കെയിൽസ് ഉണ്ട്. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ദർ ആർ മെയിൻലി 4 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നോമിനൽ എന്ന് പറയുമ്പോൾ ദ നെയിം റെപ്രസെൻറ്റ് ദാറ്റ് നെയിംസ് ഓഫ് ഒബ്ജക്റ്റ്, പേഴ്സൺ അല്ലെങ്കിൽ സംതിങ് എൽസ്. ഓക്കെ, സോ നെയിം വെച്ച് നമ്മൾ അല്ലെങ്കിൽ കാറ്റഗറീസ് വെച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നോമിനൽ സ്കെയിൽ കാറ്റഗറിയിൽ പറയാവുന്നതാണ്. ഇത് ഒരു ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ് ആൻഡ് ലീസ്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്യുറസി കുറവുള്ള ഒരു കൈൻഡ് ഓഫ് മെഷർമെൻ്റ് ആണ് നോമിനൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് മെയിൻലി യൂസ് ടു നെയിം, ക്ലാസിഫൈ പേഴ്സൺസ്, ഒബ്ജക്റ്റ്, ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാറ്റഗറി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ ഇപ്പം ഇങ്ങനെ പറയാണ്, മെയിൽ, ഇപ്പോൾ മിക്സ്ഡ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ ഫീമെയിൽ വെച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ജെൻഡറിൻ്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു രീതിയിലൊക്കെ. സോ പേഴ്സൺസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒബ്ജക്റ്റിന് ആനിമേറ്റ് ഒബ്ജക്റ്റ്, ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ്, ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് നോമിനൽ സ്കെയിൽ എന്ന് വേണ്ടിയെങ്കിൽ പറയാൻ പറ്റും. സോ ഇങ്ങനെയുള്ള നോമിനൽ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആവാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മെയിൽ എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ മെയിൽ ആ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, അത് നമുക്ക് ഫ്രീക്വൻസി വെച്ചിട്ട് പറയാം, പെർസെൻറ്റേജ് വെച്ചിട്ട് പറയാം, പ്രൊപ്പോർഷൻ വെച്ചിട്ട് പറയാം, മോഡ് വെച്ചിട്ട് പറയാം, അല്ലേ? ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് നോമിനൽ സ്കെയിൽ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ കാറ്റഗറീസ് ടു ഈവൻറ്റ്സ് ഇൻ ഓർഡർ ടു ലാബൽ ദം. നമ്മൾ മെയിനായിട്ടും ലാബൽ ചെയ്യണം. ഒരു പേര് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ലാബ് ചെയ്യാണ്. അവിടെ എന്തില്ല, നോമിനൽ സ്കെയിലിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറോ, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ പറ്റി പറയും. ഇപ്പം ഫസ്റ്റത്തെ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഡിസ്റ്റൻസിലാണ് ഇത്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ന്യൂമറിക്കലുമായിട്ട് അധികം ബന്ധമില്ലാത്തൊരു സ്കെയിലാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോ റാങ്ക് ഓർഡർ ഈസ് അസൈൻ ഇൻ നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു കാറ്റഗറൈസേഷൻ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരള സ്റ്റേറ്റിൽ നെയിം ഓഫ് ദ സ്റ്റേറ്റ് കേരള, നമ്മൾ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ പറയുകയാണ്. ഇപ്പോൾ കേരള, TN, മധ്യപ്രദേശ്, UP, ആ രീതിയിൽ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. കളേഴ്സ് റെഡ്, ബ്രൗൺ, ഗ്രീൻ, ജെൻഡർ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, റിലീജിയസ് പ്രിഫറൻസ്, ഹിന്ദുയിസം, ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധിസം മുതൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയാം. ഇനി ഓർഡിനൽ സ്കെയിൽ ആ പേര് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ എന്തുണ്ടാവും, ഒരു ഓർഡർ ഉണ്ടാവും. മറ്റ് നോമിനൽ നെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഓർഡർ ഉണ്ടാവും, ഒന്ന് കഴിഞ്ഞ് ഒന്ന് അടുത്തത്, അങ്ങനെയുള്ളൊരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടാവും. സോ സെക്കൻഡ് ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
നോൺ അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസ് ഓർ നോൺ ഇക്വിഡിസ്റ്റൻറ്റ് വാല്യൂസ്. ഇപ്പം ജസ്റ്റ് ഒരു ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഈ ഓർഡറിൽ പറയുന്ന വാല്യൂസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിക്കോണമെന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു എക്സാം നടന്നു. ആ എക്സാമിൽ 99 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, പിന്നെ 96 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 85 മാർക്ക് കിട്ടിയ കുട്ടിയുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ 3 ടോപ്പേഴ്സാണ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഫസ്റ്റ് റാങ്ക് കൊടുത്തു, സെക്കൻഡ് റാങ്ക് കൊടുത്തു, തേർഡ് റാങ്ക് കൊടുത്തു. സോ ഇതൊരു ഓർഡിനൽ സ്കെയിലാണ്. കാരണം എന്താ? ഓർഡിനൽ സ്കെയിൽ നെയിമിങ് പോസിബിളാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള നമ്മൾ നോമിനൽ കാറ്റഗറി പോസിബിളാണ്. ആൻഡ് ഓൾസോ ഓർഡിനൽ സ്കെയിലിൽ ഒരു ഓർഡർ ഉണ്ട്, പർട്ടിക്കുലർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ ഒരു ഓർഡർ ഉണ്ട്. പക്ഷേ ഈ വാല്യൂസ് തമ്മിൽ ഒരു ഓർഡർ ഉണ്ടെങ്കിലും ഈ വാല്യൂസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് 99ഉം 96ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല 96ഉം 85ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഇൻ്റർവെൽ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് അല്ല ഇവർ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഒരു ന്യൂമറിക്കലാണ്, ഓർഡർ ഉണ്ട്, ബട്ട് നോട്ട് ഈക്വൽ ഇൻ്റർവെൽസ്. ഇത് തമ്മിലുള്ള ഈ വാല്യൂസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? അല്ല. സോ നോട്ട് ഓഫ് ഈക്വൽ ഇൻ്റർവെൽസ് ഓർ എൻ ആബ്സലൂട്ട് സീറോ. ഒരു ആബ്സലൂട്ട് സീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ ഒരു 0 പോയിൻ്റ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ഓർഡിനൽ സ്കെയിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ റാങ്ക് ഓർഡർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ഹയസ്റ്റ് ലോവസ്റ്റ് ഓർ വൈസ് വേഴ്സ. റാങ്ക് ഓർഡർ ചെറുതുനിന്ന് വലുതേക്ക് അത് പോസിബിളാണ്. ഇനി അഡ്മിസിബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ്, ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മീഡിയൻ പറ്റും, പെർസെൻറ്റേജ് പറ്റും, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് പറ്റും, ആൻഡ് ദോസ് പെർമിസിബിൾ ഫോർ നോമിനൽ സ്കെയിൽസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോമിനൽ സ്കെയിൽസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ അലൗഡ് ആണ്. ഇനി ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്ന സമയത്ത് അത് റാങ്ക് ഓർഡേർഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റാങ്ക് വെച്ചിട്ട് പറയാൻ പറ്റും. ഹിയർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് ഡു നോട്ട് ഹാവ് എനി മീനിങ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. സോ ഓർഡിനൽ വിച്ച് റെപ്രസെൻറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ, അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുക്കുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ ടുഡേ, നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് അസസ് ചെയ്യുന്ന സമയത്ത് വെരി അൺഹാപ്പി, ഓക്കെ, ഹാപ്പി, വെരി ഹാപ്പി. ഇതൊരു ഓർഡറിലാണ് പറയുന്നത്. ഇനി വെരി അൺഹാപ്പിയും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ആവില്ല അൺഹാപ്പിയും ഓക്കെയും തമ്മിലുണ്ടാവുക. സോ അത് ഈക്വൽ ഇൻ്റർവെല്ലൊന്നുമല്ല, പക്ഷേ ഒരു ഓർഡർ ഉണ്ട്. വെരി അൺഹാപ്പി, ഓക്കെ, ഹാപ്പി, വെരി ഹാപ്പി എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത സ്കെയിലാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കെയിലിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും? നോമിനൽ സ്കെയിലിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ആൻഡ് ഓർഡർ ഉണ്ട്, ഓർഡിനൽ സ്കെയിലിൻ്റെ ഓർഡർ ഉണ്ട്, ആൻഡ് ഓൾസോ ഒരു മോർ ക്യാരക്ടർ എന്ന് പറയുന്ന ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദ തേർഡ് ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ് വിത്ത് ന്യൂമറിക്കലി ഈക്വൽ ഡിസ്റ്റൻസസ് ഓൺ സ്കെയിൽ കറസ്പോണ്ടിങ് ടു ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ദ മെഷേർഡ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ സ്കെയിൽ കറസ്പോണ്ടിങ് ടു ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ദി മെഷേർഡ് പ്രോപ്പർട്ടി. ആൻഡ് ഓൾസോ ഇതിനൊരു ട്രൂ അബ്സലൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇല്ല. സോ ഇനി അടുത്തൊരു സ്കെയിൽ പറയുന്ന സമയത്ത് ഈ ക്യാരക്ടറും കൂടിയുള്ള ഒരു സ്കെയിലായിരിക്കും. ഓക്കെ, അപ്പം ഇൻ്റർവെൽ സ്കെയിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ഓരോ പേര് കൊടുക്കാം. ആൻഡ് ഓൾസോ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പം 1 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി സെൽഷ്യസ്, 3 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് ഒരു ഓർഡർ ഉണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈക്വൽ ഡിസ്റ്റൻസ്. ഇപ്പോൾ 1ൽ നിന്നും 2ലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്, 2ൽ നിന്നും 3ലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്. പക്ഷേ നമുക്കതൊരു പ്രൊപ്പോർഷനായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ
ഡിഗ്രീനേക്കാളും ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ ട്വൈസ് ടെമ്പറേച്ചർ ഉണ്ട് 20 ഡിഗ്രി സെൽഷ്യസിന്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു റേഷ്യോ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഒരു അബ്സലൂട്ട് 0 പോയിൻ്റ് അവിടെയും ഇവിടെയും ലാക്കാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലേ? ചില രാജ്യങ്ങളിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഒരു പോയിൻ്റ് ഈ ഒരു പോയിന്റിലും ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷേ 0 ഡിഗ്രി സെൽഷ്യസ് നമുക്കിങ്ങനെ അളക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ ഒരു സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 0 പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലെങ്ത് ഇല്ലാത്ത ഒരു പോയിൻ്റാണ് 0 എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും 0 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഒരു അബ്സലൂട്ട് 0 പോയിൻ്റ് അല്ല, അബ്സലൂട്ടായിട്ടുള്ള 0 പോയിൻ്റ് അല്ല, എന്നാൽ ഒരു ആർബിട്രറി 0 പോയിൻ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. അബ്സലൂട്ടും ആർബിട്രറി, ഒരു ആർബിട്രറി ആയിട്ട് ഉള്ളൊരു പോയിൻ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇറ്റ് ലാക്സ് ട്രൂ അബ്സലൂട്ട് 0 പോയിൻറ്റ്. സോ റേഷ്യോസ് ഓഫ് ഇൻ്റർവൽ സ്കെയിൽസ് ആർ മീനിങ്ലെസ്. നമുക്ക് റേഷ്യോസ് എടുക്കുന്ന സമയത്ത് അത് മീനിങ്ലെസ് ആണ്. ഓക്കെ, സോ അതിന് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ സ്കെയിൽ യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് ഓൾസോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് വി ഹാവ് ടു അപ്ലൈ ഇൻ ഇൻ്റർവൽ സ്കെയിൽസ് ആർ അരിത്മെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിയേഴ്സൺ പേഷ്യൻ റാങ്ക് കോറിലേഷൻ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ സ്കെയിലിനേക്കാളും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആൻഡ് അടുത്തതാണ് റേഷ്യോ സ്കെയിൽ ആൻഡ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ് പൊസസിങ് എ ട്രൂ 0. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 പോയിൻറ്റും പ്ലസ് ഒരു ട്രൂ 0 അല്ലെങ്കിൽ അബ്സലൂട്ട് 0 പോയിൻറ്റും കൂടിയുള്ള ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് സൈക്കോളജിയിൽ നമ്മൾ റെയർലി യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈറ്റ് വെയിറ്റ് സ്കെയിൽ, ഇപ്പോൾ ഹൈറ്റ് 0 എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഇല്ല, വെയിറ്റ് 0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെയിറ്റ് ഇല്ല തന്നെയാണ്. പക്ഷേ ടെമ്പറേച്ചറിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് ആക്ച്വലി. സോ അത് ആർബിട്രറി 0 ആണ്. ഇത് ഒറിജിനൽ ഓർ ട്രൂ അല്ലെങ്കിൽ അബ്സലൂട്ട് 0 പോയിൻ്റ് ആണ്. ട്രൂ 0 അല്ലെങ്കിൽ അബ്സലൂട്ട് 0 പോയിൻ്റ് ഇവിടെ മീനിങ് ഫുൾ ആണ്. സോ അതിന് എക്സാമ്പിളാണ് ഹൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദിസ് ഇസ് നോൺ ആസ് ഐഡിയൽ സ്കെയിൽ. ഈ ഒരു സ്കെയിൽ നമുക്ക് ഐഡിയൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയാം. ഇതിൽ നമുക്ക് നോമിനൽ സ്കെയിലിൻ്റെ ക്യാരക്ടേഴ്സും ഓർഡിനൽ സ്കെയിലിൻ്റെ ക്യാരക്ടേഴ്സും ഇൻ്റർവൽ സ്കെയിലിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ പൊസസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾസ് വിച്ച് ആർ റേഷ്യോ സ്കെയിൽഡ് ഇൻക്ലൂഡ് വെയ്റ്റ്സ്, ലെങ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇൻ റേഷ്യോ സ്കെയിൽ ദർ ആർ ഓൾവേസ് മീനിങ് ഫുൾ അബ്സലൂട്ട് 0. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അബ്സലൂട്ട് 0 ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ദ നമ്പർ ഓഫ് ക്ലയൻസ് ഇൻ പാസ്റ്റ് 6 മന്ത്. അപ്പം നമുക്കൊരു കറക്റ്റായിട്ടുള്ള ആൻസർ വൈ, ബിക്കോസ് യു ക്യാൻ ഹാവ് 0 clients ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് മീനിങ് ഫുൾ ടു സേ ദാറ്റ് വി ഹാഡ് ട്വൈസ് ആസ് മെനി ക്ലയൻസ് ഇൻ ദ പാസ്റ്റ് 6 months ആസ് വി ഡിഡ് ഇൻ പ്രീവിയസ് 6 months. അതായത് ഇപ്പോൾ നമുക്ക് അതിൽ 0 ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 0 ആരും വന്നിട്ടില്ല. ഇനി നമുക്ക് ഒരാൾ വന്നിരുന്നു അല്ലെങ്കിൽ 2 ആൾ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആദ്യത്തെ മാസങ്ങളിനേക്കാളും ട്വൈസായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹാഫായി വന്നിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രൊപ്പോർഷൻ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. സോ ഒരു ആർബിട്രറി 0 പോയിൻ്റ് അല്ലെങ്കിൽ അബ്സലൂട്ട് 0, ആർബിട്രറി അല്ല, അബ്സലൂട്ട് 0 പോയിൻ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്കെയില്: നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഓരോന്നിലേക്ക് പോകുന്തോറും അതിൻ്റെ ക്യാരക്ടേഴ്സ് കൂടി വരികയാണ്. ഐഡിയൽ സ്കെയിൽ എന്ന് പറയുന്നത് റേഷ്യോ സ്കെയിലാണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.